ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് വെബ്സൈറ്റാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കാണാൻ, എല്ലാത്തവരും ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തോളൂ. നാളെ വൈകുന്നേരം പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് വരുന്നത് സ്നോ വെൽത്ത് എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നമുക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതെന്നും എത്ര രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ക്യാഷ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവരുടെ തന്നെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യുക. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. സോ ഇനി ഇതിലേക്ക് എങ്ങനെയാണ് സൈനപ്പ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഏറ്റവും മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തൊട്ട് സൈഡിലായിട്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതുപോലൊരു പേജ് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കൺട്രി സെലക്ട് ചെയ്യാനാണ് വരുന്നത്. ഇവിടെ ഏറ്റവും മുകളിൽ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കൺട്രി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇമെയിൽ ID കൊടുക്കുക. വാലിഡ് ആയിട്ടുള്ള ഒരു മെയിൽ ID തന്നെ കൊടുക്കുക കേട്ടോ. പിന്നെ ഇൻവിറ്റേഷൻ കോഡാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. പിന്നെ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതായത് കാൽക്കുലേഷൻ ആണ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. അതായത് അതിൻ്റെ ആൻസർ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. സിമ്പിളാണ്. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്താ പറയുക, കൺഫേം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഇനി ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു വെബ്സൈറ്റ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇൻകം കിട്ടുന്നത്, എല്ലാ കാര്യങ്ങളോടും ഒരു ക്വസ്റ്റ്യൻ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 7 ദിവസത്തെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓരോ പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പ്രോഫിറ്റാണ്, എത്ര ശതമാനം പ്രോഫിറ്റാണ് നമുക്ക് കിട്ടുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ഒരു 3 ലൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു 5 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഭാഗം ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. 14 ഡേയ്സിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ 21 ഡേയ്സ്. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ കൂടുതൽ ദിവസത്തെ ആ ഒരു ടേമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചെറിയ ടേംസിൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അതായത് 7 ഡേൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മിനിമം എമൗണ്ട് വേണ്ടത് $10 ആണ്. അതായത് ഇന്ത്യൻ മണി നോക്കുവാണെങ്കിൽ 800 സംതിങ് രൂപയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓരോ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് വാല്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ട്രേഡിംഗ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ട്രേഡിങ്ങിനെ പറ്റിയിട്ട് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. സോ ഇനി നമുക്ക് ഇതിലോട്ട് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അക്കൗണ്ട് എന്നുള്ള ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആയിട്ട് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് USDT അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് Paytm അല്ലെങ്കിൽ ഫോൺപേ UPI വഴിയൊക്കെ ഇതിലോട്ട് നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതായത് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. മിനിമം ഡെപ്പോസിറ്റിംഗ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $11 ആണ്. ഏകദേശം 900 സംതിങ് രൂപയാണ്. അപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെ റീചാർജ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് എമൗണ്ട് എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് $11 ആണ്. അപ്പോൾ 11 എന്നുള്ളത് ഞാൻ എൻട്രി ചെയ്തു. അതിനുശേഷം സൈഡിലായിട്ട് ഇൻസ്റ്റൻറ്റ് പേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് $1 വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. INR വരുവാണെങ്കിൽ 86 റുപ്പീസാണ്. അതുപോലെ തന്നെ $11 നോക്കുവാണെങ്കിൽ ഏകദേശം 946 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പേ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇതുപോലൊരു പേജിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് Paytm അതുപോലെ തന്നെ ഫോൺപേ UPI QR കോഡ് ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് QR കോഡും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്തുകൊണ്ട് റീചാർജ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഫോൺപേ ആണ്. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം എന്താ പറയുക, റീഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷനിലോട്ട് പോകുന്നതായിരിക്കും. ഫോൺപേ ആണെങ്കിൽ ഫോൺപേ അല്ലെങ്കിൽ Paytm അങ്ങനെ പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യാൻ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ലോസ് വന്നാലും അതുപോലെ തന്നെ എന്താ പറയുക പ്രോഫിറ്റ് വന്നാലും ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. വേറെ ഒന്നുമല്ല, ഇത് പുതിയൊരു വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് എനിക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലോ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത് സക്സസ് ആയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു എമൗണ്ട് നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം.
എങ്ങനെയാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത് ലൈവായിട്ട് തന്നെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഈ ഒരു ഓപ്ഷൻ്റെ തൊട്ട് സൈഡിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓവർവ്യൂ, മൈ ഹോൾഡിങ്സ്, അതുപോലെ തന്നെ ട്രേഡ് റെക്കോർഡ്. ഏറ്റവും താഴെയായിട്ട് ബോണസ് എൻട്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് റെഫറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. നിങ്ങളുടെ റെഫർ കോഡും കാര്യങ്ങളൊക്കെ താഴായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ റെഫർ ചെയ്യുന്നതിന് നല്ല രീതിയിൽ കമ്മീഷനും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ റെഫർ ചെയ്ത ഒരാൾ ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ എത്ര എമൗണ്ട് ആണോ ഡെപ്പോസിറ്റ് ചെയ്തത് അതിൻ്റെ 40% നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ലെവലായിട്ടാണ് ഇവർ കമ്മീഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. 20%, 10% അങ്ങനെയാണ് വരുന്നത്. അതായത് നമ്മൾ റെഫർ ചെയ്ത ആൾ വേറെ ആളെ റെഫർ ചെയ്താലും നമുക്ക് കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് അവരെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം, അത് വേറെ കാര്യം. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് 7 ഡേ മുതൽ 1 ഇയർ മുകളിലുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 7 ഡേൻ്റെ ആ ഒരു ടേം എടുത്തെന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ എത്ര എമൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് എത്ര എമൗണ്ട് കൊടുത്തിട്ടാണോ അതിൻ്റെ 7% ആയിരിക്കും നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ മിനിമം ഡെപ്പോസിറ്റ് വരുന്നത് എന്താ പറയുക $10 തന്നെയാണ്. എല്ലാ ടേംസിലും നമുക്ക് മിനിമം ഡെപ്പോസിറ്റ് വരുന്നത് $10 ആണ്. അതേപോലെ തന്നെ ഓരോ ടേംസിൻ്റെയും പ്രോഫിറ്റ് ഡിഫറൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ 14 ഡേയ്സിൻ്റെ ആണെങ്കിൽ 14% ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ ഓരോ പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ നേരം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ദിവസവും ഇത്ര % ആയിരിക്കും നമ്മളെ വാലറ്റിലോട്ട് ആഡ് ആവുക എന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്രാഫ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ തൊട്ട് താഴെയായിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ മുകളിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ബൈയിങ് ഇൻഫർമേഷൻ, ബേസിക് ഇൻഫർമേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, റിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് എമൗണ്ട് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ വാലറ്റിലുള്ളത് $11 ആണ്. ഞാനിവിടെ $10 ആണ് എൻട്രി ചെയ്യുന്നത്. അതിനുശേഷം ചെറിയൊരു ബോക്സ് കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബൈ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ നൗ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആയിട്ട് എമൗണ്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണ്. അതിനുശേഷം ആ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മളെ വാലറ്റിലോട്ട് കറക്റ്റായിട്ട് തന്നെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇനി ഡെപ്പോസിറ്റ് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ട്രേഡ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര എമൗണ്ടാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ഒരു സെക്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്കതെല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ 7th ഡേ ആകുമ്പോൾ നിങ്ങൾക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റും. അതായത് മിനിമം വിഡ്രോയിൽ വരുന്നത് $11 ആണ്. അതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്ത ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഡെയിലി എത്ര ഇൻകാണ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിലായിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇൻകം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡെയിലി എത്ര ഇൻകാണ് കിട്ടുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ ലോസും വരാം. 50-50 ചാൻസ് ആണ്. അപ്പോൾ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ഇതുപോലുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. എനിക്ക് കറക്റ്റായിട്ട് ഇതിനെപ്പറ്റി അറിയില്ല. നിങ്ങൾ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ റീഡ് ചെയ്ത് നോക്കുക. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ എന്താ പറയുക അന്വേഷിക്കുക. അതിനുശേഷം മാത്രം ഇതിലോട്ട് ഇൻവെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നമുക്ക് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോണസ് സെൻറ്റർ എന്നുള്ള ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ റെഫർ കോഡും കാര്യങ്ങളൊക്കെ താഴായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് മസ്റ്റായിട്ട് നിങ്ങൾ ആരെയാണോ റെഫർ ചെയ്യുന്നത് അവരോട് എൻട്രി ചെയ്യാനായിട്ട് പറയുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓരോ ലെവലായിട്ടാണ് ഇതിൽ ഇൻകം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ റെഫർ ചെയ്ത ആൾ ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 40% കിട്ടും. അവർ എത്ര എമൗണ്ട് ആണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 40% നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ റെഫർ ചെയ്ത ആൾ വേറെ ആളെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സൈഡിലായിട്ട് ഒരു ഐക്കൺ കാണാൻ പറ്റുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് വഴി അല്ലെങ്കിൽ ടെലിഗ്രാം വഴിയൊക്കെ അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. സോ ഇനി വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നില്ലെങ്കിൽ USDT ആയിട്ട് വിഡ്രോ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ടും വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മിനിമം വിഡ്രോയിൽ വരുന്നത് $11 ആണ്. അതുപോലെ തന്നെ നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ ടാക്സും കാര്യങ്ങളൊക്കെ അവർ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്തതിനു ശേഷം 48 ഹവേഴ്സിനുള്ളിലായിരിക്കും നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.